വെൽക്കം ടു ഹാപ്പി ലൈഫ് TV. പിതാവ് ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് മക്കൾക്ക് വേണ്ടി കുറേ ടോയ്സ്, കുറേ കാറുകൾ, അതേപോലെ JCB ഒക്കെ കൊണ്ടുവന്നിരുന്നു. ഗൾഫിൽ നിന്ന് വരാൻ സമയത്ത് ഫോണിൽ വിളിച്ച സമയത്ത് ചെറിയ മകൻ പറഞ്ഞു, എനിക്ക് JCB മതി. കാരണം അവൻ അപ്പുറത്തെ പറമ്പിൽ JCB വന്ന് പണിയെടുക്കുന്നത് അവൻ കണ്ടിരുന്നു. അപ്പോൾ അവൻ അന്ന് താല്പര്യം തോന്നിയാണ് JCBയോട്. വേറൊരുത്തൻ പറഞ്ഞു, എനിക്ക് ബെൻസ് കാറ് മതി. ചെറിയ കാറാണ്, ടോയ്സാണ്, എന്നാലും ബെൻസ് കാറാണ് അവൻ പറഞ്ഞത്. ബാക്കിയുള്ളവർക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന്, അങ്ങനെ ഗൾഫിൽ നിന്ന് വന്ന സമയത്തെല്ലാം കൊണ്ടുവന്ന് കാറ് കൊണ്ടുവന്ന ആ പയ്യൻ, പിതാവ് കൊണ്ടുവന്ന കാറ് ആദ്യത്തെ ഒരു അരമണിക്കൂർ സമയം അവൻ ആരെയും തൊടിക്കില്ല, ആരെയും തൊടാൻ സമ്മതിക്കില്ല. അവൻ തന്നെ പിടിച്ചോ, ഇത് തരത്തില്ല, ഞാൻ തരില്ല, ഇത് എൻ്റെ കാറാണ്, ബെൻസ് കാറാണ്, BMW കാറാണെന്നൊക്കെ പറഞ്ഞ് ഇതാരെയും തൊടാതെ, ആരെയും തൊടാൻ സമ്മതിക്കാതെ അവൻ പ്രത്യേകമായി സ്പെഷ്യലായിട്ട് അവരത് കീപ്പ് ചെയ്യും. പിന്നെ ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും പതുക്കെ ആ കാറ് സാവധാനം നിലത്തിറങ്ങും. എന്നിട്ട് സാവധാനം ഇങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങും. അവിടെ തട്ടുമില്ല, ഇവിടെ തട്ടുമില്ല, പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. അത് പതുക്കെ ഇങ്ങനെ പോകത്തേ ഉള്ളൂ. ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരുത്തന്നെ കൊണ്ടുവന്ന JCBയുമായിട്ട് ബെൻസ് കാറ് കൂട്ടിയിടിക്കും. എന്നിട്ട് ഇവൻ പറയും, എൻ്റെ ബെൻസ് കാറാണ് നല്ലത്, JCB ഒക്കെ ഇടിച്ച് തെറിപ്പിക്കുമെന്ന് പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി തുടങ്ങും. JCBയും ബെൻസും തമ്മിൽ ഇടി നടക്കും. ഒരു 3-4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാറിൻ്റെ ടയറുകളൊക്കെ ഒരു ഭാഗത്ത്, ടയറിൻ്റെ ബോഡി പാർട്ട് വേറൊരു ഭാഗത്ത്, വാഹനത്തിൻ്റെ ബോഡി പാർട്ട് വേറൊരു ഭാഗത്ത്, ബാക്കിയുള്ള ഭാഗങ്ങൾ പുറം ഭാഗത്തുള്ള മുറ്റത്തുമായിട്ട് കാണാൻ സാധിക്കും. എന്താണ് ചെയ്യേണ്ടത്? ഇത് സർവ്വസാധാരണമായിട്ട് നമ്മുടെ വീടുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ കുട്ടിയെ അടിച്ചാൽ മതിയോ? ഈ കുട്ടികളെ എന്താണ് ഇനി വാങ്ങിക്കൊടുക്കാതിരുന്നാൽ മതിയോ? ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത്? ഈ വൈ പാർട്ടും ഹൗ ടു മാനേജ് 2 പാർട്ടും വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ കുട്ടികൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ്? ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ കാറിന് അകത്ത് എന്തൊക്കെയാണുള്ളത്, ഇത് തുറന്നു കഴിഞ്ഞാൽ, പൊളിച്ചു കഴിഞ്ഞാൽ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിക്കുകയാണ്. അപ്പോൾ ഇത് പൊളിച്ചു കഴിഞ്ഞാൽ, ഇത് പൊളിഞ്ഞാൽ കേടുവരും, അതൊന്നും കുട്ടികൾക്ക് ചിന്തിക്കാൻ അറിയില്ല. അപ്പോൾ ഇതിനകത്ത് ആരാണുള്ളത്? കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കാറിനകത്ത് ആരോ ഉണ്ടെന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവർ കാറ് പൊളിക്കുന്നതെന്ന് മനഃശാസ്ത്ര രംഗത്തുള്ള വിദഗ്ധന്മാർ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്തുള്ള ആളെ കാണാൻ വേണ്ടി, അതേപോലെ TV-യിൽ അതിനകത്ത് കാണുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അതിനകത്ത് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഒരു പ്രായത്തിലുള്ള കുട്ടികൾ. അപ്പോൾ അതിനകത്തുള്ള കാര്യങ്ങൾ കാണുവാനുള്ള ക്യൂരിയോസിറ്റി, ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റിയാണ്, ആ ഒരു ജിജ്ഞാസ കാരണമായിട്ടാണ് കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിത് മനസ്സിലാക്കുക. എന്നിട്ട് ചെയ്യേണ്ടത്, കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. അവൻ്റേതായ ഭാഷയിൽ അവൻ്റെ പ്രായത്തിനനുസരിച്ച് പറയുക, മോനെ ഇതിനകത്ത് ആരുമില്ല, ഇനി തുറന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് കാറുണ്ടാവത്തില്ല, കേട് വന്നു പോകും. മോനെ ഇനി കാറ് കേട് വരുത്തുമോ? കാറിങ്ങനെ തുറന്നു നോക്കോ? ഇല്ല. അവൻ്റെ ഭാഷയിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ടും അവൻ കാറ് കേടുവരുത്തി, അവനത് കംപ്ലീറ്റ് ആക്കി, അവനെ നശിപ്പിച്ച് കളഞ്ഞ്, ആ സമയത്ത് ചെയ്യേണ്ട കാര്യം എന്താണ്? ഉടനെ തന്നെ ഒരു കാർ വാങ്ങിച്ചു കൊടുത്താൽ മതിയോ? പോരാ. കാരണം അവൻ പണത്തിൻ്റെ മൂല്യം അവന് മനസ്സിലാവില്ല. അവൻ ഉടനെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മോനെ ഇത് നിൻ്റെ കാറാണ്, ഇതിൻ്റെ അകത്ത് ആരുമില്ല, കേട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് കാറ് വേറെ വാങ്ങിച്ച് തരത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ മനസ്സിലാക്കും, തരില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, വീണ്ടും കിട്ടുമെന്ന് അവൻ മനസ്സിലാക്കും. പറഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ നാം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവനത് പറഞ്ഞ് മനസ്സിലാക്കി. ഇനി വേറൊരു കാര്യം കൂടെ ചെയ്യാം. ചില വീഡിയോകളിലൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ സമയമൊക്കെ അവൻ കാർ, അല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂറൊക്കെ കാർ ശക്തമായി ഇടിക്കാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പുള്ള സമയത്ത് അവൻ കാർ നന്നായി കളിച്ച് അതിൻ്റെ ആ ഒരു സന്തോഷം അവസാനിക്കുമ്പോഴാണ് അതിൻ്റെ വേറെ ലെവലിലേക്ക് അവൻ പോകുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ടൈം പീരീഡൊക്കെ വളരെ കുറവായിരിക്കും. ആ ഒരു പീരീഡ് ആകുമ്പോഴത്തേക്കും മെല്ലെ പതുക്കെ അവനെടുത്തിട്ട് അവനോട് ചോദിക്കുക, ഷോക്കേസിൻ്റെ മുകളിലാണോ, ഈ തട്ടിലാണോ നിൻ്റെ കാർ നീ വെക്കുന്നത്? അപ്പോൾ അവൻ പറയും, മുകളിൽ വെച്ചാൽ മതി, എൻ്റെ ബെൻസ് മുകളിലിരിക്കട്ടെ. അപ്പോൾ വല്ല ഷോക്കേസ് തുറന്ന് മുകളിൽ കാർ വെക്കുക. ഷോക്കേസിൻ്റെ കീ കൈകാര്യം ചെയ്യേണ്ടത് പാരൻ്റാണ്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അവന് കാണിച്ചു കൊടുക്കുക, മോൻ്റെ ബെൻസ് കാണിച്ചു തന്നെ, ആ ബെൻസ് കാണിച്ചു തരും. ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കാർ എടുത്ത് കൊടുക്കുക. ആ കാർ സ്പീഡ് കൂടുമ്പോഴത്തേക്കും വീണ്ടും എടുത്തു വെക്കാം. ഇങ്ങനെ കുറേ കാലം ഷോക്കേസിൽ അവൻ്റെ കാറ് അവന് ഉപയോഗിക്കാൻ കഴിയും. അവരാവശ്യമുള്ളപ്പോഴൊക്കെ കൗതുകത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യും. ആ കാറൊട്ടും നശിക്കത്തുമില്ല. ഇങ്ങനെ ചെയ്യുന്ന വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്.
അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ഇതിന് പകരം ഒരിക്കലും നശിപ്പിക്കുന്നവനാണവൻ, അവൻ നശിപ്പിക്കുന്നവനാണ് എന്ന് പറഞ്ഞൊരിക്കലും അവനെ മുദ്ര കുത്തരുത്. അവൻ ഒരു നശിപ്പിക്കുന്നവനായി യഥാർത്ഥത്തിൽ മാറും. ലേബൽ ചെയ്യുന്നതിൻ്റെ ദുരന്തങ്ങൾ കഴിഞ്ഞ മറ്റൊരു എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് ആ കുട്ടി പോകാൻ സാധ്യതയുണ്ട്. ഒരു വീട്ടിൽ മാതാപിതാക്കളും വീട്ടിലുള്ള മുതിർന്നവരിങ്ങനെ ചർച്ച ചെയ്യും. അവർ കപ്പ നട്ടിരുന്നു. അവർ കുറേ തറയെടുത്ത് അതിനകത്തൊക്കെ കപ്പയുടെ ചെറിയ കമ്പെടുത്ത് അവർ നട്ടിരുന്നു, കൃഷി ചെയ്തിരുന്നു. അപ്പോൾ ആ കൃഷി ചെയ്ത് അതെല്ലാം മുളച്ച് അതിൽ നിന്നൊക്കെ മുള പൊട്ടി പുറത്തേക്ക് വരുന്ന സമയമായപ്പോൾ ഒരു ഭാഗത്തുള്ള ഒരു 10-12 തറയിൽ അതിൽ നിന്ന് മുള പൊട്ടി അതൊന്നും വരുന്നില്ല. ബാക്കിയുള്ള എല്ലാ ഭാഗത്തുമുള്ള കപ്പയും മുളച്ച് വരാൻ തുടങ്ങി. അപ്പോൾ ഈ വലിയ ആളുകളൊക്കെ ചർച്ച ചെയ്യുമോ, എന്താ ഇവിടെ മാത്രം എന്താ വരാത്തത്? ഒരു 5-8 തറയിൽ 8-10 തറയിൽ മാത്രം എന്താ പറയുക, ബാക്കിയെല്ലാം വന്നല്ലോ. ഇത് പറഞ്ഞപ്പോഴാണ് ആ കൊച്ചുകുട്ടി പറഞ്ഞത്, അത് ശരിയാണല്ലോ, ഞാനും നോക്കുമ്പോൾ ഇവിടെ ഒന്നും വന്നിട്ടില്ല, ഇവിടെ മാത്രം എന്താ വരാത്തത്? ഇവിടെ വരാത്തത് കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് വന്ന് എടുത്ത് പൊക്കി നോക്കാറുണ്ട്, അത് വരുന്നുണ്ടോ, അതിനടിയിൽ വേരുണ്ടാകുന്നുണ്ട്, ഇടയ്ക്ക് ഞാൻ പൊക്കി നോക്കാം, ഇതൊക്കെ ഞാൻ പൊക്കി നോക്കിയിട്ടുണ്ട്, എന്നിട്ട് ഞാൻ അവിടെ തന്നെ വെച്ചു, എന്നിട്ടും വന്നില്ല എന്ന് അവൻ പറയും. അവനെ പിടിച്ച് കുറേ അടിച്ചത് കൊണ്ട് കാര്യമില്ല, എന്താണ് അവൻ ചെയ്ത തെറ്റെന്ന് അവന് മനസ്സിലായിട്ടില്ല. ആ മകനെ നശിപ്പിക്കുന്നവനെ അല്ലെങ്കിൽ തെറിവാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവനെ ശകാരിച്ചത് കൊണ്ട് കാര്യമായില്ല. അവന് മനസ്സിലാകുന്ന അവൻ്റെ ഭാഷയിൽ പറയുക, അവൻ്റെ അടുത്ത് ഇരുന്നു കൊണ്ട് പറയുക, മോനെ നീ അവിടെയൊക്കെ കണ്ടോ? ആ അവിടെയൊക്കെ മുള പൊട്ടിയോ നീ കണ്ടോ? ഓ കണ്ടു. അവിടെയൊക്കെ മോൻ പറിച്ചായിരുന്നോ? ഇല്ല. ഇവിടെ മുള പൊട്ടാത്ത മകൻ കണ്ടോ? ഇല്ല. ആ കണ്ടു. ഇവിടെയൊക്കെ മോൻ പറിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആ ഞാൻ ഇവിടെയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. എവിടെയൊക്കെയാണ് മോൻ പറിച്ചത്? ഇതൊക്കെ ഞാൻ പറിച്ചിരുന്നു. അവിടെയൊന്നും വളർന്നു വരാത്തൊന്നും മകൻ കണ്ടോ? ആ കണ്ടു. ഇപ്പം എന്താ മകന് മനസ്സിലായേ? അപ്പോൾ അവൻ സങ്കടത്തോട് ചോദിക്കും, അമ്മേ ഞാൻ പറിച്ചത് കൊണ്ടാണ് അത് വരാതിരുന്നത്? അപ്പോൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കുക, അതേ മോൻ പറിച്ചത് കൊണ്ടാണ് അത് വരാത്തത്. ആ ഒരു സങ്കടം അവൻ മനസ്സിലാക്കുമ്പോൾ തൻ്റെ തെറ്റ് ആ ഒരു നല്ല ശൈലിയിൽ അവന് മനസ്സിലാക്കാൻ തികച്ചും മാന്യമായ വളരെ സിമ്പിളായ ക്ഷോഭങ്ങളില്ലാത്ത ഷൗട്ടിംഗ് ഇല്ലാത്ത ഒരു ശൈലിയിൽ അവൻ മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ ആ ഒരു വിഷയത്തിൽ ആ കുട്ടി ഒരിക്കലും തെറ്റ് ആവർത്തിക്കില്ല. ഇതിന് പകരം അവനെ കുറേ എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ, നശിപ്പിക്കുന്നവനെന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ അവൻ ആ സംഭവം വീണ്ടും ആവർത്തിക്കും. കാരണം തെറ്റെന്താണെന്ന് അവൻ അപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. രക്ഷിതാക്കൾ എപ്പോഴും പറയാറുണ്ട്, കുട്ടികളെ ശിക്ഷിക്കുമ്പോൾ എന്തിനാണ് അവരെ ശിക്ഷിക്കുന്നതെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അത് ബോധ്യപ്പെടുത്താതെ ശിക്ഷിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ കുട്ടികളുടെ ക്യൂരിയോസിറ്റിയാണ് അവരെ കൊണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത്. ആ ക്യൂരിയോസിറ്റി ദാറ്റ്സ് റിയലി പോസിറ്റീവ്. അത് പോസിറ്റീവായി വഴി തിരിച്ചു വിടുകയും ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഈ രീതിയിൽ പെരുമാറുകയും ചെയ്തു കഴിഞ്ഞാൽ ക്യൂരിയോസിറ്റി ഒത്തിരിയുള്ള മക്കളായി നമ്മുടെ മക്കൾ വളരും. അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വിഷയങ്ങളുമായി മറ്റു എപ്പിസോഡുകൾ നമുക്ക് വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് TV.